ഇവിടെ ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് ബസ് പിടിച്ചു വന്ന കൊട്ടേഷനാണ്. ട്രോൾ ചെയ്തെന്ന് പറഞ്ഞാണ് കൊട്ടേഷൻ വന്നിരിക്കുന്നത്. ഇവൻ്റെ ചാനല് വ്യൂസ് ഉള്ളത് ആകെ എൻ്റെ തല വെച്ചത് മാത്രം. അപ്പം എങ്ങനെ രക്ഷപ്പെട്ട് പോയിട്ട് പോകാം, അതുകൊണ്ട് നിന്ന് കൊടുക്കണേ. കൽക്കിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അണ്ണൻ കാണൂല, അണ്ണൻ കോസ്റ്റ്യൂം മേടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രഹ്മാസ്ത്ര എന്ന സിനിമ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ഒരു ആയിരക്കണക്കിന് മാർവൽ യൂണിവേഴ്സ് പോലത്തെ യൂണിവേഴ്സ് ഉണ്ടാക്കാനുള്ള ത്രെഡുകൾ നമ്മുടെ ഹിന്ദു മിത്തോളജിക്കകത്തുണ്ട്. അതിനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ പഴയ വീഞ്ഞൊന്നും പുതിയ കുപ്പിയിലൊന്നും ഇട്ട് പോകണ്ട. അത്രയേറെ കഥാപാത്രങ്ങൾ, അത്രയേറെ സിറ്റുവേഷൻസ്, അത്രയേറെ പ്രത്യേകതകളുള്ള ഇതിഹാസങ്ങളാണ് ഇവിടെ രചിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ കൽക്കി. മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കി കലിയുഗത്തിൽ അവതരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളത് അറിയത്തില്ല. അതിൻ്റെ ഫിക്ഷൻ വെച്ചിട്ട് ഇവരായിട്ടൊരു സാധനം ഉണ്ടാക്കിയാണ് ഈ സിനിമയെ കൂടി. പടം തുടങ്ങി ഫസ്റ്റ് തന്നെ ഇതിൻ്റെ VFX വേറെ ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്നു കേട്ടോ. VFX അത് 100ഓളം പേര് ചേർന്നാണ് ഇതിൽ VFX ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ ഒരു സീൻ പോലും അല്ലാതെ ഷൂട്ട് ചെയ്തിരിക്കാറുണ്ട്. എല്ലാ സീനിലും CG ആണ്. എല്ലാ സീനിലും CG ആയിട്ട് ഒരു സെറ്റിനകത്തിട്ടിട്ട് ഇവരെ ഷൂട്ട് ചെയ്തിട്ട് ഇവരെ ഈ വേൾഡിലൊക്കെ കൊണ്ടിറക്കി വിടുകയാണ്. പടം തുടങ്ങി പതുക്കെയാണ് പടം പോണത്. പതുക്കെ വേൾഡ് കഥാപാത്രങ്ങളൊക്കെ ബിൽഡായിട്ട് വരുന്നത്. അപ്പോഴും എനിക്ക് തോന്നി ഇത് എന്തോ സംഭവം അങ്ങോട്ട് കാണും, അല്ലാതെ ഇത് ഇത്രയും ഇട്ട് പതുക്കെ പോവേണ്ട കാര്യമില്ല. അത് മാത്രമല്ല പടത്തിന് വലിയ ഹൈപ്പൊന്നും അവരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ബാക്കിയുള്ള സിനിമകൾ വരുമ്പോലെ ഇതാ വരുന്നോടാ മറ്റത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നൈസായിട്ട് പക്ഷേ എന്നാൽ സംഭവങ്ങളുണ്ട്. തിയേറ്ററിൽ ആൾക്കാരെ എത്തിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ ആണ് അവർ ചെയ്തിരുന്നത്. എന്നാൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തുമില്ല. അപ്പോഴും എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഇതിൽ എന്തെങ്കിലും കാണും. എനിക്ക് ആദ്യം ടീസർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ട്രെയിലർ കണ്ടപ്പം ഓക്കെ ആയിരുന്നു. പടം ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പതുക്കെ പോകണം. അതിൻ്റെ ഇടയ്ക്ക് കുറേ തെലുങ്ക് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ കോമഡികൾ, അതിന് ഡബ്ബിങ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നിരുന്നാലും ഈ സ്ലോയിൽ പോകണമെങ്കിലും എനിക്കങ്ങനെ ലാഗായിട്ട് തോന്നില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാഴ്ചകളാണ്. ഇതുവരെ ഒരു സിനിമയിലും കാണാത്ത ഇംഗ്ലീഷ് പടങ്ങളിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് വിട്. അല്ലാതെ ഇതുപോലെ പുതിയ സാധനങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കണേ. പതുക്കെ പടം പൊയ്ക്കൊണ്ടിരിക്കണം. ഓരോരോ കഥാപാത്രങ്ങളായിട്ട് വരുന്നു, വേൾഡ് വലുതായി വരുന്നു, പുതിയ കാഴ്ചകൾ വരുന്നു. അങ്ങനെ ഇങ്ങനെ പോയ സാധനം ഇൻ്റർവെല്ലെത്തിയപ്പം അപ്പായി അതിൻ്റെ ഫോമിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ലടേ. സെക്കൻഡ് ഹാഫ് ഓരോ സീനും വൗ ഫാക്ടർ അടിച്ചടിച്ച് നമ്മളിങ്ങനെ ഇരിക്കും. തിയേറ്ററിൽ പൈസ മുടക്കി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് വരുന്ന പ്രേക്ഷകന് വാല്യൂ കൊടുത്ത ഒരു സിനിമയാണ് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. അത് അവസാനം ഒന്നും പറയണ്ട. അവസാനം ഫുൾ അഡ്രിനൽ റഷും ഗൂസ് ബംസും ഒക്കെയാണ്. ഇതിൻ്റെ അടുത്തൊരു പടം വരുന്നുണ്ട്. അതിൽ ഇവന്മാർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. എന്ത് കാണിച്ചാലും പ്രേക്ഷകർക്ക് അത് സ്വീകരിക്കാൻ പറ്റുമെന്ന ലെവലിലാണ് ഇത് ബിൽഡപ്പ് കൊടുത്തു വച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമ ഒരു സീൻ പോലും കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല രണ്ടാം പകുതിയിൽ. ഒരു ഇന്ത്യ സിനിമയ്ക്ക് കേവലം VFX ഒക്കെ വെച്ചിട്ട് CG എഫക്റ്റ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോടെ. ഡയറക്ടർ നാഗ് അശ്വിൻ, ആരാടാ ഇതിൻ്റെ ആള്? മഹാനടി എന്നൊരു പടമുണ്ട്. ഇനിയിപ്പോൾ ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഇനി ഈ പ്രശാന്ത് നീലോ അതുപോലെ രാജമൗലിയോ ശങ്കർ ആ റേഞ്ചിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ഡയറക്ടറാണ്. എങ്കടാ ഇരുന്നേ. ഇതിൻ്റെ പ്രൊഡ്യൂസർ അശ്വിനി ദത്ത്, ഇദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛനാണ്, ഭാര്യയുടെ അച്ഛനാണ്. അപ്പം പുള്ളിയുടെ പൈസ പോവാതെ പുള്ളി നോക്കണമല്ലോ. സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ പൈസ അത്രയും സ്ക്രീനിൽ കാണാനുണ്ട്, പ്രേക്ഷകന് കിട്ടുന്നുണ്ട്. ഇത് കാണാൻ പോകണവർ ദയവ് ഇത് ഇൻ്റർനെറ്റിൽ നോക്കി ഇതിൻ്റെ കാസ്റ്റ് നോക്കി പോകരുതേ. ഇവർ ട്രെയിലറിലൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഈ കാസ്റ്റിങ്ങിൽ IMDbയിലും വിക്കിപീഡിയയിലൊക്കെ കിടപ്പുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ ഉള്ള ആ ഒരു സാധനം പോകും. അവരെ അൺഎക്സ്പെക്റ്റഡായി കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ഗൂസ് ബംസ് വരുന്നത്. എനിക്ക് ഓൾറെഡി ഇവരൊക്കെ ഉണ്ടാവുമെന്നുള്ളത് ഞാൻ കാസ്റ്റ് നോക്കി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സാധനം അങ്ങ് പോയി. അത് നിങ്ങൾക്ക് പോകണ്ട, നിങ്ങൾ കാസ്റ്റിംഗ് ഒന്നും നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. നിങ്ങൾക്ക് വർത്താണ് പടം. സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ. ടെക്നിക്കൽ സൈഡെല്ലാം ടോപ്പ് നോച്ചാണ്. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ഞാൻ വിചാരിച്ച് മറ്റേ രവി ബാസറിനെ കോപ്പി അടിച്ചാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ടീസർ കണ്ടപ്പോൾ. പക്ഷേ അങ്ങനെയല്ല. എന്നാൽ ഭയങ്കര സംഭവമൊന്നുമല്ല. സിനിമയ്ക്ക് വേണ്ട ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഒരു ഐക്കോണിക് ആയിട്ടുള്ള BGM ഒന്നും കിട്ടിയില്ല. ഒരു കീരവാണി സാർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായി പോകുമായിരുന്നു. ഇയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷ് നാരായണ ഒരു റഷ്യക്കാരനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഡോട്ട്ജെ സ്റ്റോൺസ്കോവിച്ച്, എനിക്ക് പേരറിഞ്ഞൂടാ, ക്ഷമിക്കുക. അങ്ങനെ ഒരാൾ അടിപൊളിയാണ്. അമിതാഭ് ബച്ചൻ അയാൾ എന്തുകൊണ്ടാണ് ബിഗ് ബി വിളിക്കണേന്ന് അറിയാം. അവിടെ ഈ പ്രായത്തിൽ എന്തൊരു സ്വാഗതായി. ഒരു ഘട്ടത്തിൽ ഇത് അമിതാഭ് ബച്ചൻ്റെ മാത്രം സിനിമയായിട്ട് വരെ പോയി. പിന്നെ മാറി എല്ലാവർക്കും റോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അമിതാഭ് ബച്ചൻ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പ്രഭാസ് സാധാരണ കഴിഞ്ഞ സിനിമയിലൊക്കെ മുഖമൊക്കെ മറച്ച് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയതുപോലെയൊന്നുമല്ല, ഓപ്പണായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു സ്വാഗൊക്കെ ഉണ്ട് പ്രഭാസിന്, അടിപൊളിയായിരുന്നു. അന്നാബൻ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ള ഏറ്റവും കിടിലൻ ഒരു കഥാപാത്രങ്ങളിലൊന്ന്. ഒരുപക്ഷെ അന്നാബൻ്റെ കഥാപാത്രം ഒരു പാൻ ഇന്ത്യ ലെവലിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഒരു ഫാൻ ബേസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത എനിക്ക് കാണുന്നുണ്ട്. അത്രയേറെ കിടിലൻ റോളായിരുന്നു. അടിപൊളിയായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്.
ശോഭനയ്ക്കും ഗംഭീര റോളാണ്. ദീപിക പപ്പൻ വെറുതെ വഴിപാടിന് വേണ്ടിയിട്ട് ഒരു നടിയല്ല, അടിപൊളി റോളുണ്ട്. ബ്രഹ്മാനന്ദൻ, പശുപതി, വേറെ കുറച്ച് പേരുണ്ടേ, ഞാൻ പേര് പറയില്ല. വേറെ കുറച്ച് പേരുകളുണ്ട്, കുറച്ച് ക്യാമിയോ ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഈ 3D ആണ്, മലയാളമാണ് ഞാൻ കണ്ടത് ഏരീസ് +OD 1-ലെ. പക്ഷേ എനിക്ക് ഈ മറ്റേ പലയിടത്തും ഫോക്കസ് കിട്ടല്ല. ഈ ചിലതൊക്കെ രണ്ടായിട്ട് കാണും, ഈ ദൂരെ നിന്നുള്ള കാഴ്ചകളൊക്കെ രണ്ടായിട്ട് കാണും. ഞാൻ കണ്ണാടിയൊക്കെ മാറ്റി വെച്ച് നോക്കിയിട്ടും ഇതായിരുന്നു അവസ്ഥ. അത് ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ആ തിയേറ്ററിൽ ആ സ്ക്രീനിൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ മലയാളം വെർഷനിൽ. അങ്ങനെ 3D കുറച്ചുകൂടി ഒന്ന് ഇതാക്കി. പക്ഷേ 3D സാധനങ്ങളുണ്ട്, 3D കാണാനുള്ള സാധനങ്ങൾ പടത്തിലുണ്ട്. പക്ഷേ എനിക്ക് ഒരു സാധനം കിട്ടിയില്ല, ഒരു ക്ലാരിറ്റി, ഒരു ഫോക്കസ് എനിക്ക് കിട്ടിയില്ല. പുതിയൊരു കഥ, അതിനെ മഹാഭാരതത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മഹാഭാരതം എന്നുള്ള ഐതിഹാസിക ആ ഒരു കാവ്യത്തിൻ്റെ ആ മൂല്യം ചോരാതെ തന്നെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഉലകനായകൻ കമലഹാസൻ വരും, രണ്ടാമത്തെ പാർട്ട് വരട്ടെ, രണ്ടാമത്തെ പാർട്ട് പൊളിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ജനങ്ങളെ വിശ്വസിച്ച് ഇറക്കിയ ഒരു സിനിമയാണ്. അത്രയേറെ പൈസ എടുത്ത് ഇറക്കിയിട്ടുണ്ട്, അത്രയേറെ പണിയെടുത്തിട്ടുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. കാണുക, വിജയിപ്പിക്കുക. ഇതുപോലുള്ള സിനിമകൾ നമുക്കിവിടെ സംഭവിക്കണം. നമുക്കും ചെയ്യാൻ പറ്റോടെ കുറച്ച് പടങ്ങളൊക്കെ. വരട്ടെ.